ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ അബ്ദുൽ ഹഫീദ് നദ്വി എഴുതുന്നു. സംവാദങ്ങൾ സംവേദനക്ഷമമാവണം. ബൗദ്ധിക ചർച്ചകളിലെ പുതിയ പാഠങ്ങൾ. ജാവേദ് അക്തറും മുഫ്തി ഷമായിൽ നദ്വിയുമായി ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് ഈ മാസം 20 നടന്ന ബൗദ്ധിക സംവാദം സമകാലിക ഇന്ത്യൻ ചിന്താലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ്. നിരീശ്വരവാദവും ഇസ്ലാമിക ദൈവശാസ്ത്രവും മുഖാമുഖം വന്ന ചർച്ച കേവലം തർക്കത്തിനപ്പുറം വിശ്വാസത്തെയും യുക്തിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമായിരുന്നു. ഭാരതീയ ചിന്താധാരയിൽ വേരൂന്നിയ യുക്തിവാദവും സെമിറ്റിക് മതദർശനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇതിനെ കണ്ടവരുണ്ട്. ഈ സംവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് പുലർത്തിയ ബൗദ്ധികമായ മര്യാദയാണ്. പൊതുവെ ഇത്തരം ഡിബേറ്റുകൾ വൈകാരികമായ അധിക്ഷേപങ്ങളിലോ ബഹളങ്ങളിലോ ആണ് അവസാനിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഇരുപക്ഷവും പരസ്പര ബഹുമാനത്തോടെയും മാന്യമായും തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിച്ചു. ജാവേദ് അക്തർ തന്റെ പതിവ് ശൈലിയിൽ കവിതയുടെയും അനുഭവങ്ങളുടെയും സഹായത്തോടെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മുഫ്തി ഷമായിൽ നദ്വി ശാസ്ത്രീയവും ദാർശനികവുമായ വശങ്ങളെ മുൻനിർത്തിയാണ് മറുപടി നൽകിയത്. ഇസ്ലാമിക പണ്ഡിതന്മാർ കേവലം മതഗ്രന്ഥങ്ങൾക്കപ്പുറം ആധുനിക ശാസ്ത്രശാഖകളിലും ഫിലോസഫിയിലും വലിയ അറിവുള്ളവരാണെന്ന് തെളിയിക്കാൻ യുവനദ്വിക്ക് ഈ വേദിയിൽ സാധിച്ചു. ഇത് പണ്ഡിതന്മാരെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ മുൻധാരണകളെ തിരുത്താൻ സഹായകമാണ്. മറ്റൊരു പ്രധാന നേട്ടം ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾ പൊതുജനമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ജീവിതത്തിന്റെ അർത്ഥവും പോലുള്ള ഗഹനമായ കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം കാണുകയും അത് പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ സംവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. സംവാദം യുവതലമുറയിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രവണതയും സത്യമന്വേഷിക്കാനുള്ള ആഗ്രഹവും വളർത്തി. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരും ഇത്തരത്തിൽ വിവിധ വിജ്ഞാനീയങ്ങളെ സമന്വയിപ്പിച്ച് സമൂഹവുമായി സംവദിക്കുന്നവരാണ്. ഇത്തരം ബൗദ്ധിക ഇടപെടലുകൾ സമൂഹത്തിന്റെ ചിന്താഗതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എങ്കിലും രാജ്യതലസ്ഥാനത്ത് നടന്ന ഈ സംവാദത്തിന് ചില പരിമിതികളും ഉണ്ടായിരുന്നു. ജാവേദ് അക്തർ ഒരു അക്കാഡമിക് പണ്ഡിതനല്ല, മറിച്ചൊരു ജനകീയ കവിയാണ്. പലപ്പോഴും സഹസംവാദകൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഉന്നയിക്കുന്ന അക്കാഡമിക് വാദങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവാതെ പോകുന്നുണ്ടായിരുന്നു എന്ന് സംവാദം കണ്ടവർക്ക് ബോധ്യപ്പെട്ടു. മറുഭാഗത്ത് മുഫ്തി നദ്വി ഈ വിഷയങ്ങളിൽ വർഷങ്ങളോടും ഗവേഷണം നടത്തിയ ആളാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത പശ്ചാത്തലമുള്ളവർ തമ്മിലുള്ള സംവാദം പലപ്പോഴും ആശയങ്ങളുടെ തുല്യമായ വിനിമയത്തിന് തടസ്സമാകാറുണ്ട്. കൂടാതെ ഇത്തരം സംവാദങ്ങൾ പലപ്പോഴും കേൾവിക്കാരുടെ മുൻധാരണകളെ ഉറപ്പിക്കാനാണ് സഹായിക്കാറുള്ളത്. വിശ്വാസികൾ നദ്വിയെയും നിരീശ്വരവാദികൾ അക്തറിനെയും വിജയികളായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് സംവാദത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഇത് സ്വാഭാവികമായും ഒരു ബൗദ്ധിക വിനിമയത്തിന് പകരം മത്സരത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണമായി. സങ്കീർണമായ പല സിദ്ധാന്തങ്ങളും പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് പല വിഷയങ്ങളെയും ഉപരിപ്ലവമാക്കി മാറ്റി. ക്വാണ്ടം ഫിസിക്സും പരിണാമസിദ്ധാന്തവും പോലുള്ള വിഷയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ അവയുടെ യഥാർത്ഥ ഗൗരവം നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും വിയോജിക്കാനുള്ള അവകാശത്തെ ആദരിച്ചുകൊണ്ട് തന്നെ സംവാദം നടത്താമെന്ന് ഈ കൂടിക്കാഴ്ച തെളിയിച്ചു. സംവാദങ്ങൾ എന്നത് അറിവ് പങ്കുവയ്ക്കാനും സത്യം കണ്ടെത്താനുമുള്ള മാർഗങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ, സംവാദങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും ചേരിതിരിവുകളിലേക്കും വഴിമാറുന്നുണ്ട്. പൊതുവായ സംവാദ സംസ്കാരത്തിൽ വരുത്തേണ്ട ചില പ്രധാന തിരുത്തലുകൾ താഴെ പറയുന്നു. സംവാദങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ പോരായ്മ മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസാരിക്കുന്നു എന്നതാണ്. സംവാദം എന്നത് മത്സരമല്ല, മറിച്ച് ആശയങ്ങളുടെ വിനിമയമാണ്. എതിരാളിയുടെ വാദങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തുന്നതിനേക്കാൾ അവരുടെ വീക്ഷണം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംവാദം പൂർണ്ണമാകുന്നത്. വിഷയങ്ങളെ വൈകാരികമായി സമീപിക്കുന്നത് സംവാദങ്ങളുടെ അന്തസ്സു കെടുത്തുന്നു. മതപരമായോ രാഷ്ട്രീയമായോ ഉള്ള ചർച്ചകളിൽ ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട്. ഒരാൾക്ക് തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വിയോജിപ്പിനെ ബഹുമാനിക്കാൻ സാധിക്കണം. മറ്റൊരാൾ ഒരു പോയിന്റ് അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കാനും അതിലെ സത്യാംശം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. വായനയും പഠനവുമില്ലാതെ വെറും വാചകക്കസരത്തിലൂടെ സംവാദം ജയിക്കാമെന്നത് തെറ്റായ ധാരണയാണ്. ആഴത്തിലുള്ള അറിവ് സംവാദങ്ങൾക്ക് മിഴിവ് നൽകുന്നു എന്നതാണ് ഈ സംവാദം നൽകിയ പാഠം. സോഷ്യൽ മീഡിയയിലെ സംവാദ സംസ്കാരത്തിലും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ട്രോളുകൾ വഴിയും പരിഹാസങ്ങൾ വഴിയും ഒരാളെ നിശബ്ദനാക്കുന്നത് ബൗദ്ധികമായ വിജയമല്ല. സംവാദങ്ങൾ വ്യക്തികേന്ദ്രീകൃതമാകാതെ ആശയകേന്ദ്രീകൃതമാകണം. ചുരുക്കത്തിൽ, സംവാദങ്ങൾ അറിവ് കൈമാറ്റം ചെയ്യപ്പെടാനും വർദ്ധിപ്പിക്കാനുമുള്ള വേദികളാകണം. വിയോജിക്കുമ്പോഴും പുലർത്തുന്ന മാന്യതയാണ് ഒരാളുടെ ബൗദ്ധിക നിലവാരം അളക്കുന്നത്. പണ്ഡിതന്മാരും ചിന്തകരും കാണിച്ചു തരുന്ന ആ മാന്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം.